ഹലോ, ജപ്പാനിലെ പാതിര കുർബാനയ്ക്ക് പോയാലോ? ബാ. ഇടയ്ക്ക് വഴിയൊന്നും എത്തിയപ്പോൾ ഈ കുട്ടികളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. വഴി കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഇവരെന്നെ കൊണ്ടുവിട്ടു. അങ്ങനെ ഓടിപ്പിടിച്ച് പള്ളി വന്നപ്പോഴോ ഒറ്റ മനുഷ്യരില്ല. ഞാൻ ഓർത്ത് ഇന്നിവിടെ കുർബാന ഇല്ലേ. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് 1 മണിക്കൂർ കഴിഞ്ഞാണ് കുർബാന എന്ന് മനസ്സിലായത്. അപ്പം ഞാൻ പുറത്തു പോയി അവിടുത്തെ ക്രിബൊക്കെ കണ്ടു. സത്യം പറഞ്ഞ് ജപ്പാനിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന പുൽക്കൂടി ഇതാണ്. ഇവിടെ എങ്ങും കടയിലൊരു വിൽക്കാൻ വെച്ചേക്കുന്ന ഒരു ക്രിബ് സെറ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പോയൊരു ജ്യൂസൊക്കെ കുടിച്ചു, എങ്ങനെയും സമയം കളയണ്ടേ. തിരിച്ചു വന്നപ്പോഴത്തേനും ഇവിടെ കരോളൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. കുട്ടികളുടെ കരോൾ സോങ് ഒക്കെയാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. എന്നാലും നമ്മുടെ ശാന്തരാത്രിയും കണ്ടും കണ്ടും കാത്തിരുന്ന് അതിൻ്റെ ഒന്നും ഒരു ഓളമൊന്നും ഇല്ല. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ സിറ്റി കരോളൊക്കെ മിസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു വൈബൊന്നും ഇല്ല. ആകെ കുറച്ച് ഡെക്കറേഷൻസ് മാത്രം. പടക്കം പൊട്ടിക്കലില്ല, ഒന്നുമില്ല, ഒരു രസമില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ക്രിസ്മസ് ഒക്കെ കൂടേണ്ടി വരുമെന്ന്. പിന്നെ കരോളൊക്കെ കഴിഞ്ഞ് പള്ളിക്കകത്ത് കയറിയപ്പോഴത്തേന് നിറച്ച ആളായിരുന്നു. ഇന്നിവിടെ ജാപ്പനീസ് കുർബാനയാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ പല കൺട്രീസിൽ നിന്നുള്ളവരാണ് ഇവിടെ നിന്ന് ആയിരിക്കുന്നത്. ജോലിക്കുമായിട്ട് വന്നവരും ടൂറിസ്റ്റായിട്ട് വന്നവരും അങ്ങനെ കുറേ ആളുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിവിടുത്തെ കത്തീഡ്രൽ പള്ളിയാണ് കേട്ടോ. ജാപ്പനീസ് കുർബാന ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഫുൾ കുർബാനയുടെ സമയത്ത് ഒരാളിങ്ങനെ ആംഗ്യഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ കുർബാനയ്ക്കുള്ള പുരോഹിതരും ശുശ്രൂഷകളും ഒക്കെ കയറുന്നത് പള്ളിയുടെ ഏറ്റവും പുറകിൽ നിന്നാണ്. പിന്നെ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ബിഷപ്പിന്റെ കുർബാനയാണ്. ഇതാണ് ഇവിടുത്തെ ബിഷപ്പ്. നാട്ടിലെ പോലെ ഇവിടെ കുർബാന പുസ്തകമൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ എന്തോ ഒരു പേപ്പർ നോക്കിയാണ് അവർ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നത്. പിന്നെ കുർബാന കഴിഞ്ഞ് ബിഷപ്പ് കുട്ടികൾക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. നാട്ടിലെ പോലെ ക്രിസ്മസ് ട്രീയോ ബമ്പറോ ഗിഫ്റ്റോ ഒന്നും നമുക്കില്ല കേട്ടോ. കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇതാ ചില്ലുകൂട്ടിൻ്റെ അകത്ത് വേറൊരു പുൽക്കൂട്. പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഇവിടെ അടുത്തുള്ള ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. അവിടെ കുറേ ഡെക്കറേഷൻസും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജപ്പാനിലെ ക്രിസ്മസ് എന്ന് പറയുന്നത് കപ്പിൾസിന് വേണ്ടിയുള്ളതാണ്. എവിടെ നോക്കിയാലും കപ്പിൾസാണ്. നമ്മുടെ ചെക്കന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ക്രിസ്മസ്, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക. ജപ്പാനിൽ ശരിക്കും ക്രിസ്മസ് ഒരു പബ്ലിക് ഹോളിഡേ പോലുമല്ല. ഇവിടെ ക്രിസ്ത്യൻസ് വളരെ കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനെ. ഇതോടെ എൻ്റെ ക്രിസ്മസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരി, ബായ്. ഇത് കരുത്തേരിക്കാത്തോ.